Welcome to CET 201 Mechanics of Solids Module 5. This session we will see the principal stresses. Principal stresses. Now, we will general condition that is sigma x and sigma x, sigma y, sigma y, tau xy, tau xy, tau xy, tau xy. This is the oblique plane. Here will be normal stress, then the tangential stress. This is our general condition ഒരു plane. നമുക്ക് പേര് കൊടുക്കാം A, B, C, D, F. അപ്പം ഇതാണ് നമ്മുടെ ജനറൽ കണ്ടീഷനിലുള്ളത്. അപ്പോൾ ഈ ജനറൽ കണ്ടീഷനകത്ത് എന്താണ് പ്രിൻസിപ്പൽ സ്ട്രെസ്? ഈ നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? ഒബ്ലീഗ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ആംഗിളാണ്. അപ്പൊ ഈ ആംഗിള് നമുക്ക് പല വേരിയേഷൻസിലുള്ള പ്ലെയിൻസിൽ നമ്മൾ ഈ ആംഗിള് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. പല പ്ലെയിനിലുള്ള സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ ആംഗിള് മാറ്റി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആംഗിൾ മാറ്റി കൊടുക്കുന്ന സമയത്ത് അറ്റ് എ സർട്ടൻ പ്ലെയിൻ നമുക്ക് സിഗ്മ ടി എന്തായിരിക്കും? സിഗ്മ ടി വിൽ ബി ഈക്വൽ ടു 0. അതായത് നമ്മൾ ഈ തീറ്റേന്റെ വാല്യൂ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്ന സമയത്ത് തീറ്റ 0 തുടങ്ങി ഒരു മാക്സിമം വാല്യൂ വന്ന് പിന്നെയും ഒരു 0യിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെയാണ് അതിന്റെ വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഏത് പ്ലെയിനിലാണോ ഈ ടാൻജൻഷ്യൽ സ്ട്രെസ് ഓർ ഷിയർ സ്ട്രെസ് 0 ആവുന്നത് ആ പ്ലെയിനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ പ്ലെയിൻ. പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പൊ ഈ പ്ലെയിന് രണ്ടെണ്ണം ഉണ്ടാവും. അത് 90 ഡിഗ്രി ഡിഫറൻസിലായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു പ്ലെയിന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു ഇപ്പൊ ഒരു ആംഗിൾ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്ക് കിട്ടി. അതിനകത്ത് സിഗ്മ ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതാണെങ്കിൽ ആ തീറ്റ നമ്മുടെ ഒരു പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. ഇനി അടുത്ത പ്രിൻസിപ്പൽ പ്ലെയിന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സ് പ്ലസ് 90 ഡിഗ്രി ചെയ്താൽ മതി. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് പ്ലസ് 90 ചെയ്താൽ നെക്സ്റ്റ് പ്രിൻസിപ്പൽ പ്ലെയിന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ അകത്ത് സിഗ്മ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സിഗ്മ എൻ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഈ സിഗ്മ എന്നിന് അതായത് പ്രിൻസിപ്പൽ പ്ലെയിനിലുള്ള നോർമൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന പ്ലെയിന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ജനറൽ എക്സ്പ്രഷനിൽ ഉള്ള സിഗ്മ ടിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 into sine 2 theta minus tau xy into cos 2 theta should be equal to 0 in the case of principal plane. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാറ്റി എഴുതാം. അതായത് tan 2 theta is equal to നമുക്ക് എന്ത് വരും? 2 tau xy divided by sigma x minus sigma y. ഇതാണ് നമ്മുടെ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പം ഈ ഇക്വേഷനെ നമുക്കൊരു ട്രയാങ്കുലർ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ ട്രയാങ്കുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? നമ്മൾ 2 തീറ്റ ഇവിടെ വരും. 2 into tau xy. This is sigma x minus sigma y. And നമുക്ക് ഇവിടെയുള്ള ഡയഗണലിന്റെ ഡിസ്റ്റൻസ് എത്ര വരും? റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 tau xy ദ സ്ക്വയർ. ഇതാണ് നമുക്ക് വരുന്ന കണ്ടീഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ തീറ്റ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ചെയ്തത്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം?
പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കേസ് 1 എടുക്കുന്നു. കേസ് 1 നമുക്ക് വരുന്നത് ഇതിൻ്റെ ഡയഗണലിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം എന്തെടുക്കുന്നു? പോസിറ്റീവ് വാല്യൂ എടുക്കുന്നു. ഡയഗണൽ ദാറ്റ് ഈസ് പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ സ്ക്വയർ പ്ലസ് 4 ടോ എക്സ് വൈ സ്ക്വയർ. ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് പറയാം. സൈൻ 2 തീറ്റ എന്താണ്? 2 ടോ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ എക്സ് വൈ ദ സ്ക്വയർ. ഇത് നമുക്ക് വരും. ഇനി കോസ് 2 തീറ്റ എന്ത് വരും? കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ സ്ക്വയർ പ്ലസ് 4 ടോ എക്സ് വൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഏതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മൾ ജനറൽ ഇക്വേഷൻ്റെ അകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സിഗ്മ 1ഉം സിഗ്മ 2ഉം കിട്ടും. അപ്പോൾ സിഗ്മ 2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജനറൽ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ദാറ്റ് ഈസ് നമ്മൾ സിഗ്മ 1 ഈസ് ഈക്വൽ ടു, നമ്മൾ ഫസ്റ്റ് പ്ലെയിൻ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? നമ്മൾ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 എന്താണ് നമ്മൾ ഇക്വേഷൻ? പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ. സിഗ്മ 1 is equal to sigma x plus sigma y divided by 2 plus sigma x minus sigma y divided by 2 into cos 2 theta plus tau xy into sin 2 theta. അപ്പോൾ ഇതിനകത്ത് സൈൻ 2 തീറ്റൻ്റെയും കോസ് 2 തീറ്റൻ്റെയും വാല്യൂ നമുക്ക് കൊടുക്കാം. That is equal to sigma x plus sigma y divided by 2 plus sigma x minus sigma y divided by 2 into cos 2 theta എന്ന് വെച്ചാൽ എന്താണ്? sigma x minus sigma y divided by root of sigma x minus sigma y the whole square plus 4 tau xy the square. Then plus നമുക്ക് വരുന്ന ആരാണ്? ടോ എക്സ് വൈ. ടോ എക്സ് വൈ പ്ലസ് ഇൻറ്റു 2 ടോ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ എക്സ് വൈ ദ സ്ക്വയർ. ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പാർട്ട് വരിക. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 the whole square plus 4 ടോ എക്സ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പം ഇതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് ഇതാണ്. ഇനി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ്സും കൂടെ നമുക്ക് കാണണം. അതിൻ്റെ കണ്ടീഷൻ നമ്മളെ കേസ് 2 ആയിട്ട് വരും. കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഡയഗണൽ ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ എക്സ് വൈ ദ സ്ക്വയർ. സെയിം പ്രൊസീജിയറിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ 2 ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 മൈനസ് റൂട്ട് ഓഫ് sigma x minus sigma y divided by 2 the whole square plus 4 2xy കിട്ടും.
അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ sigma 1 is equal to sigma x plus sigma y divided by 2 plus root of sigma x minus sigma y divided by 2 the square plus tau xy square. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് അപ്പം നമ്മൾ ഡയഗണലിന്റെ പ്ലസ് വാല്യൂ എടുത്തിട്ടാണ് ഇത് സോൾവ് ചെയ്തത്. ഇനി നമുക്ക് ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ്സും കൂടെ ഉണ്ട്, ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് 2 എടുക്കുന്നു. കേസ് 2-ല് നമുക്ക് ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മൈനസ് വാല്യൂ ആണ്. അതായത് മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ സ്ക്വയർ പ്ലസ് 4 tau xy the square. ഇത് നമ്മൾ നേരത്തെ സെയിം കേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ 2 ഈസ് ഈക്വൽ ടു സെയിം പ്രൊസീജിയർ ആണ്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 ദ സ്ക്വയർ പ്ലസ് tau xy സ്ക്വയർ. ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സിഗ്മ 1 എന്ന് പറയുന്നത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഓർ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും. സിഗ്മ 2 എന്ന് പറയുന്നത് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഓർ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് മേജർ, ഇത് മേജർ ആണ്, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, ഇത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇതാണ് രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് വരുന്നത്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടും ആക്ട് ചെയ്യുന്നത് രണ്ട് പ്ലെയിനിൽ, അതായത് നമുക്ക് ഒന്ന് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് ആക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ തീറ്റ പ്ലസ് 90 ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്ലെയിന് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് സ്കീമാറ്റിക്കലി എങ്ങനെ കാണും എന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനറൽ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ വൈ, ഇവിടെ 2xy, 2xy, ഇവിടെ 2xy, 2xy. അതിനകത്ത് ഒരു പ്ലെയിനിൽ നമുക്ക് എന്താവുന്നു? പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ പ്ലെയിൻ ആണ്, പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ആണ് നമ്മുടെ ആര് വരിക? നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് വരിക, രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇത് സിഗ്മ 1, ഇവിടെ വരുന്നത് സിഗ്മ 2. അപ്പോൾ ഇതിനകത്ത് രണ്ട് പ്ലെയിൻ, അതായത് ഈ പ്ലെയിനെയും ഈ പ്ലെയിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഇതിനകത്ത് സിഗ്മ 1-നെയും സിഗ്മ 2-നെയും നമ്മൾ പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടാകുമ്പം എന്ത് വരും? നിങ്ങൾ ഇതിൻ്റെ ആംഗിൾ നോക്കിക്കഴിഞ്ഞിട്ടാകുമ്പം ഇവിടെ നമുക്ക് തീറ്റയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്ലെയിനിൻ്റെ ആംഗിൾ, അടുത്ത പ്ലെയിൻ ഏതാണ്? ഇതാണ് നമ്മുടെ അടുത്ത പ്ലെയിന്. സിഗ്മ 2 ആക്ട് ചെയ്യുന്ന, സിഗ്മ 2-ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ് അടുത്ത പ്ലെയിന്. ആ പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അലൈൻമെന്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പാർട്ടാണ് വരിക. അപ്പോൾ ഇക്വേഷൻസ് ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സിഗ്മ 1-ന്റെ ഇക്വേഷൻ, സിഗ്മ 2-ന്റെ ഇക്വേഷൻ, ഇനി അതിൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ലോജിക്ക് മനസ്സിലുണ്ടാവണം. അപ്പോൾ അങ്ങനെയായിട്ടാകുമ്പോൾ ഒരു പ്ലെയിന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്ലെയിന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ അകത്ത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഷിയർ സ്ട്രെസ്. മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ടിയുടെ ഇക്വേഷൻ ആണ്. സിഗ്മ ടിയുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ മൈനസ് ടോ എക്സ് വൈ ഇൻറ്റു കോസ് 2 തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പം ഷിയർ സ്ട്രെസ് മാക്സിമം ആവണമെങ്കിൽ ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് d by dt of sigma t, d by d theta of sigma t should be equal to 0. അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഡിഫറൻഷ്യൽ എഴുതാം. എഴുതി കഴിഞ്ഞിട്ടാകുമ്പം എന്ത് വരും എന്ന് വെച്ചാൽ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 2 തീറ്റ ഇൻറ്റു 2 അല്ലേ, മൈനസ് ടു എക്സ് വൈ ഇൻറ്റു മൈനസ് സൈൻ 2 തീറ്റ ഇൻറ്റു 2, സൈൻ 2 തീറ്റ ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്ത് വരും? ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 എക്സ് വൈ. ഇതിനൊരു മൈനസും കൂടിയുണ്ട്. അപ്പം മൈനസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞിട്ടാകുമ്പം സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ 2 എക്സ് വൈ ആവും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ 2 തീറ്റ നമുക്ക് കിട്ടി. ഇനി ഈ ടാൻ 2 തീറ്റ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. നേരത്തെ ട്രയാങ്കിള് നമുക്ക് ഓർമ്മയുണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ട്രയാങ്കിളിൻ്റെ അകത്ത് എന്തായിരുന്നു? ഇവിടെ 2 എക്സ് വൈ, ദിസ് ഇസ് 2 തീറ്റ, ദിസ് ഇസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ, ദിസ് ഇസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 എക്സ് വൈ ദ സ്ക്വയർ. ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് സൈൻ 2 തീറ്റ നേരത്തെ എഴുതിയതുപോലെ തന്നെ സൈൻ 2 തീറ്റ എഴുതാം. സൈൻ 2 തീറ്റ വിൽ ബി 2 എക്സ് വൈ ഡിവൈഡഡ് ബൈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഓർ പ്ലസ് ഓർ മൈനസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ സ്ക്വയർ പ്ലസ് 4 എക്സ് വൈ ദ സ്ക്വയർ. ഇനി ഇതിൻ്റെ തന്നെ കോസ് 2 തീറ്റ എഴുതാം. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ സ്ക്വയർ പ്ലസ് 4 എക്സ് വൈ ദ സ്ക്വയർ. ഇനി ഇതിനകത്ത് നമ്മളെ ജനറൽ ഇക്വേഷൻ സിഗ്മ ടീൻ്റെ ജനറൽ ഇക്വേഷനകത്ത് ഈ വാല്യൂസ് എല്ലാം കൊടുക്കാം. വാല്യൂസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? രണ്ടും കൂടെ നമുക്ക് എന്താണ്? രണ്ടിനും എന്ത് വരുന്നുണ്ട്? പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ കൊടുക്കാം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പം എന്ത് വരും എന്ന് വെച്ചാൽ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് ഉണ്ട്. ഇവിടെ എന്താണ്? നമ്മുടെ കോസ് 2 തീറ്റ വരുന്നുണ്ട്. സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ടൊന്നും നോക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനകത്ത് സിഗ്മ ടി മാക്സ് എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് ഓർ മൈനസ് ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 എക്സ് വൈ ദ സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് പറയാം? ടോ മാക്സ് എന്ന് പറയുന്നത്, ഓർ ഷിയർ സ്ട്രെസ് മാക്സ്, അതെന്ന് പറയുന്നത് ടോ മാക്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ടോ മാക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 എക്സ് വൈ ദ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഇനി നമുക്ക് എന്താണ്? അതിൻ്റെ പ്ലെയിൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു
sigma y minus sigma x divided by 2 tau xy എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് നമ്മുടെ tan 2 തീറ്റേൻ്റെ ഇക്വേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ തീറ്റ ഏത് പ്ലെയിനിലാണ് ഇത് മാക്സിമം വരുന്നത് എന്ന് കണ്ടുപിടിക്കാം. ഇതിനും നമ്മൾ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലാണ്. അപ്പോൾ തീറ്റ വെച്ച് പറയുമ്പോൾ നമ്മൾ ഇതിനൊരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? φ1 ആൻഡ് φ2 എന്ന് പറയുന്ന രണ്ട് ആംഗിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ φ1 എന്നുള്ളതിന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ φ2 വിൽ ബി ഈക്വൽ ടു φ1 പ്ലസ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അതായത് 90 ഡിഗ്രി എപ്പാർട്ട് ആയിട്ടുള്ള പിന്നെ പ്ലെയിൻസിലാണ് ഈ പറയുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കർ ചെയ്യുന്നത്. സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായി, അതിൻ്റെ ഒബ്ലീക്ക് പ്ലെയിൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലായി, പിന്നെ മാക്സിമം ഷിയർ സ്ട്രെസ്. ഇതാണ് ഇതിൻ്റെ തിയറി പാർട്ട് വരുന്നത്. പ്രോബ്ലം പാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചു വെക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ സിഗ്മ നോർമലിൻ്റെ ജനറൽ ഇക്വേഷൻ പഠിക്കണം, സിഗ്മ ടിയുടെ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ tan 2 തീറ്റ ഫസ്റ്റിൻ്റെ കേസിൽ വരുന്നത്, ഇത് ജനറൽ കേസിലുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. അതിനുശേഷം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ 1ൻ്റെ ഇക്വേഷൻ, സിഗ്മ 2ൻ്റെ ഇക്വേഷൻ, അതിൻ്റെ tan 2 തീറ്റ എന്താണെന്നുള്ളത് ആ പൊസിഷനും പഠിക്കണം. അപ്പോൾ തീറ്റ 1 ഉണ്ടാവും ആൻഡ് തീറ്റ 2 ഉണ്ടാവും. രണ്ടും എന്തായിരിക്കും? തീറ്റ 1 വിൽ ബി തീറ്റ 2 വിൽ ബി ഈക്വൽ ടു തീറ്റ 1 പ്ലസ് 90 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് അടുത്ത നമ്മൾ പഠിച്ചു വെക്കേണ്ട സാധനം. പിന്നെയുള്ളത് നമുക്ക് വേണ്ട എന്താണ്? ടോമാക്സിൻ്റെ ഇക്വേഷനാണ്. ടോമാക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതേപോലെ φ1 ആൻഡ് φ2. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് കണ്ട tan 2 തീറ്റ ഇസ് ഈക്വൽ ടു സിഗ്മ y മൈനസ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ 2 tau xy എന്ന് പറയുന്ന ഇക്വേഷനാണ് അതിനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പ്രോബ്ലംസ് ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമേ ചോദിക്കൂ. ഇതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ തീറ്റ 1 ആൻഡ് തീറ്റ 2 നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ ഏത് പ്ലെയിനിലാണ് കിടക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? അതിൻ്റെ പൊസിഷനാണ് മനസ്സിലാവുന്നത്. ഈ പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ പൊസിഷനും നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ പൊസിഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ φ1 ഇസ് ഈക്വൽ ടു തീറ്റ 1 പ്ലസ് 45 ഡിഗ്രി ആയിരിക്കും. അതേപോലെ φ2 ഇസ് ഈക്വൽ ടു തീറ്റ 2 പ്ലസ് 45 ഡിഗ്രി ആയിരിക്കും. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോകണ്ട. നമ്മൾ ഈ പറയുന്ന φ1 φ2നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. തീറ്റ 1 തീറ്റ 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനോട് കൂടി 45 ഡിഗ്രി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ കണ്ടീഷൻ കിട്ടും. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.